മുഴുവൻ മുടിച്ചുകൊണ്ടുപോയ ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. പെട്ടെന്ന് പണക്കാരനാകാനുള്ള ആഗ്രഹത്തിൽ മനുഷ്യൻ അവന്റെ നന്മകളും അവന്റെ സമ്പാദ്യങ്ങളും ആരോഗ്യങ്ങളും എല്ലാം നശിപ്പിക്കുന്ന അതേ അവസ്ഥ നമ്മുടെ നാട്ടിൽ കാണുവാനായിട്ട് കഴിയും. പ്രിയരെ, പാപം ഏതായാലും പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്, അവൻ പിശാചിന്റെ അടിമയാണ്, സാത്താന്റെ കയ്യിലാണ്. അറുത്ത് മുടിച്ച് കൊന്നു നശിപ്പിച്ച് ശൂന്യമാക്കുന്ന പിശാച് മനുഷ്യനെ ബന്ധിച്ച് ബുദ്ധിയെ കെട്ടി നല്ല സ്വഭാവങ്ങൾ കവർന്ന് കുടുംബത്തിൽ നിന്ന് അവനെ അന്യാധീനപ്പെടുത്തി ആർക്കും കൊല്ലരുതാത്തവനായി, ആമേൻ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ കൊല്ലരുതാത്തവരായി, സമൂഹത്തിന് ഭാരമായി, വീടിന് ഭാരമായി, ജനിപ്പിച്ച മാതാപിതാക്കൾക്ക് ഭാരമായി തീരുകയും ഒടുവിൽ ദയനീയമായി അസ്തമിക്കുകയും ചെയ്യുന്ന ഗതികേടിന്റെ അവസ്ഥയാണ് പ്രിയരെ പാപം എന്ന് പറയുന്നത്. ഇന്ന് ആമേ നമ്മുടെ കേരളത്തിൽ സന്ധ്യയായാൽ അപ്പനും അമ്മയ്ക്കും മക്കളെ പേടിയാണ്. കല്ലും കുടിച്ച് കയറി വരുന്ന മകൻ അമ്മയെ തല്ലിക്കൊല്ലുന്നു, അപ്പനെ തല്ലിക്കൊല്ലുന്നു എന്ന വാർത്തകൾ ഇന്ന് വാർത്തയേ അല്ല എന്ന നിലയിൽ ആയിരിക്കുന്നു പ്രിയരെ. അത്രമാത്രം ഭീകരമായ അവസ്ഥയാണ്. ആമേൻ. ബൈബിൾ പറയുന്നു, പാപത്തിന്റെ കൂലി പെടുമരണമാണ് പ്രിയരെ. നല്ല പ്രായത്തിൽ നീ അസ്തമിച്ചു പോകും. അവൻ നാം ദൈവം അതെ മനുഷ്യൻ ചെയ്യുന്ന ഏത് തിന്മ പ്രവർത്തിക്കും പ്രതികാരം ചെയ്യുമ്പോൾ അതെ നീക്കുപോക്കില്ലാതെ നിലവിളിക്ക് മറുപടിയില്ലാതെ അവൻ ദൈവം അവന്റെ കൂലി മനുഷ്യന്റെ മേൽ പകരുമ്പോൾ അവൻ മനുഷ്യൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതെങ്കിലും തീയതെങ്കിലും തക്കവണ്ണം അവൻ പ്രാപിച്ചേ അടങ്ങൂ. അവൻ കൊയ്യും, അവൻ വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും. ശരീരത്തിൽ നാശം വിതയ്ക്കുന്നവൻ ജീവിതത്തിൽ നാശങ്ങൾ കൊയ്തുകൂട്ടി അവൻ കുടുംബങ്ങളും തലമുറകളും മുടിഞ്ഞു പോകുന്ന അവസ്ഥകൾ നമ്മുടെ നാട്ടിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതേ പ്രിയരെ, ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ദീർഘിപ്പിച്ചു കൊണ്ടുപോവുകയല്ല. ഞങ്ങൾ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ് പ്രിയരെ. ആമേൻ. ക്രിസ്തുയേശു പാപികളെ, ആമേൻ, തിന്മയ്ക്ക് അടിമപ്പെട്ടവരെ, തെറ്റായ ചിന്തയിൽ പോകുന്നവരെ, മദ്യപാനികളെ, തകർന്നവരെ, ജീവിതം വെറുത്തവരെ, ആത്മഹത്യ പ്രവണതയുള്ളവരെ തിരഞ്ഞു രക്ഷിപ്പാൻ യേശു ഇവിടെ വന്നു എന്നുള്ളത് ഞങ്ങൾ അതിന്റെ സാക്ഷികളാണ് പ്രിയരെ, അനുഭവ സാക്ഷികളാണ്. അതേ പ്രിയരെ, ഒരിക്കൽ ഞങ്ങളും ഇതുപോലുള്ള ഗൗരവമേറിയ പാപങ്ങൾക്ക് അടിമകളായി തിന്മ പ്രവർത്തിച്ച് നിരാശരായി മരിക്കുവാൻ ആത്മഹത്യ ചെയ്യാൻ കൊതിച്ച ജീവിതങ്ങളാണ്. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം അവൻ ആ കർത്താവായ യേശുവിനെ കണ്ടെത്തുവാൻ ഇടയായ നിമിത്തമായി ഞങ്ങളുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ചു തന്നു. ഞങ്ങൾക്ക് ജീവിതവും അർത്ഥവത്തായ ഒരു ജീവിതവും സന്തോഷവും ദൈവം ഞങ്ങൾക്ക് പ്രദാനം ചെയ്തതുകൊണ്ട് ഞങ്ങളും വിളിക്കുന്നു പ്രിയരെ. യേശു പറഞ്ഞതുപോലെ ഞങ്ങളും പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും പാപത്തിന്റെ കാഠിന്യം പേറി കുറ്റബോധത്താൽ കുഴിഞ്ഞു നടക്കുന്നവരും തകർന്നു പോയവരുമായ ഏവരുമേ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം, ഞാൻ നിങ്ങളെ വിടുവിക്കാം, ഞാൻ നിങ്ങളുടെ നല്ല മനസ്സിന് ആമേ ശുദ്ധമനസാക്ഷി തന്ന് ആശ്വാസം തരാമെന്ന് യേശു നിങ്ങളെ വിളിക്കുകയാണ് വിരോധി. യേശു നിങ്ങളെ വിളിക്കുകയാണ്. ക്രിസ്തുവേ, നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ സാക്ഷിത്വനിയായി പകരം മരിച്ചതിനാൽ ദൈവം എനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ യേശു അതെ പ്രദർശിപ്പിച്ചു. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ ദൈവം അധികാരം കൊടുത്തു. പ്രിയരെ, അതെ യേശു നമുക്ക് പകരം മരിച്ചു. 1900 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപം ചെയ്യാത്തവൻ, പാപമറിയാത്തവൻ, പാപമില്ലാത്തവൻ അവൻ 5 കോടതിയിൽ 7 പ്രാവശ്യം വിധിച്ചിട്ടും ഒരു കുറ്റവും ഇവനിൽ കാണുന്നില്ലെന്ന് ന്യായാധിപ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടും മനുഷ്യന്റെ എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരമായി അവൻ നിന്റെ പാപം എന്റെ പാപം യേശു ക്രൂശിന്മേൽ ചുമന്നൊഴിച്ചു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള അടിപ്പിണരുകൾ അവൻ ഏറ്റുവാങ്ങി. അവന്റെ അടിപ്പിണരുകളാൽ മനുഷ്യന് സമാധാനവും സൗഖ്യവും യേശു പ്രദാനം ചെയ്തു. അത് ഞങ്ങൾ പ്രാപിച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ് പ്രിയരെ. അതുകൊണ്ട് ഇപ്പോൾ അറിവില്ലായ്മയുടെ കാലങ്ങളെ, നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ നല്ല കാലങ്ങളെ ദൈവം ധന്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും പൈങ്കുളം ദേശമേ ആമേൻ ഇവിടെയുള്ള എല്ലാവരും അനുഭവിക്കുകയും മാനസാന്തരപ്പെടുകയും സത്യദൈവത്തിലേക്ക്, ജീവനുള്ള നിത്യദൈവത്തിലേക്ക്, പാപത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ വരണം. അതേ മറ്റൊരുത്തലിൽ നിന്നും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരാശിക്ക് നൽകപ്പെട്ട ഏകനാമം അവൻ വിടുതലിന്റെ, മോചനത്തിന്റെ, സൗഖ്യത്തിന്റെ, ഉദ്ധാരണത്തിന്റെ, നല്ല ജീവിതത്തിന്റെ, സമാധാനത്തിന്റെ ഏകരക്ഷിതാവായ ഏകകർത്താവായ യേശു നിങ്ങളെ വിളിക്കുന്നു. അതേ പ്രിയരെ, അല്ലല്ല മാനസാന്തരപ്പെടാതെ പോയാൽ നിങ്ങളും
അങ്ങനെ തന്നെ നശിച്ചു പോകും പ്രിയരെ. ദൈവ